ലേവ്യ പുസ്തകം അധ്യായം 9. 8-ാം ദിവസം മോശ അഹരോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു. അഹരോനോട് പറഞ്ഞതെന്തെന്നാൽ, നീ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്ത ഒരാട്ടുകൊറ്റനെയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്തെന്നാൽ, യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കോലാട്ടിനെയും ഹോമയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയെയും സമാധാനയാഗത്തിനായി ഒരു കാളയെയും ഒരു ചെമ്മരിയാട്ടുകൊറ്റനെയും എണ്ണ ചേർത്ത ഭോജനയാഗത്തെയും എടുപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷനാകും. മോശ കൽപ്പിച്ചവയെ അവർ സമാഗമന കൂടാരത്തിനു മുൻപിൽ കൊണ്ടുവന്നു. സഭ മുഴുവനും അടുത്തുവന്നു യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ മോശ, നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു. യഹോവയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു. അഹരോനോട് മോശ, നീ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് യഹോവ കൽപ്പിച്ചതുപോലെ നിന്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിച്ച് നിനക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് ജനത്തിന്റെ വഴിപാട് അർപ്പിച്ചു അവർക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അഹരോൻ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി പാപയാഗത്തിനുള്ള കാളക്കുട്ടിയെ അറുത്തു. അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ രക്തത്തിൽ വിരൽ മുക്കി യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു. പാപയാഗത്തിന്റെ മേധസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വപയും അവൻ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അതിന്റെ മാംസവും തോലും അവൻ പാളയത്തിനു പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അവൻ ഹോമയാഗത്തെയും അറുത്തു. അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. അവർ ഖണ്ഡം ഖണ്ഡമായി ഹോമയാഗവും അതിന്റെ തലയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവയെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. അവൻ അതിന്റെ കുടലും കാലും കഴുകി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിന്മീതെ ദഹിപ്പിച്ചു. അവൻ ജനത്തിന്റെ വഴിപാട് കൊണ്ടുവന്നു. ജനത്തിനു വേണ്ടി പാപയാഗത്തിനുള്ള കോലാടിനെ പിടിച്ച് അറുത്തു മുമ്പലത്തേതിനെ പോലെ പാപയാഗമായി അർപ്പിച്ചു. അവൻ ഹോമയാഗം കൊണ്ടുവന്നു, അതും നിയമപ്രകാരം അർപ്പിച്ചു. അവൻ ഭോജനയാഗം കൊണ്ടുവന്നു, അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് കാലത്തെ ഹോമയാഗത്തിനു പുറമെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. പിന്നെ അവൻ ജനത്തിനു വേണ്ടി സമാധാനയാഗത്തിനുള്ള കാളയെയും ചെമ്മരിയാട്ടുകൊറ്റനെയും അറുത്തു. അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. കാളയുടെയും ആട്ടുകൊറ്റന്റെയും മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വപയും കൊണ്ടുവന്നു. അവർ മേധസ് നെഞ്ചുകണ്ടങ്ങളുടെ മേൽ വെച്ചു. അവൻ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. എന്നാൽ നെഞ്ചുകണ്ടങ്ങളും വലത്തെ കൈക്കുറകും മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്തു. പിന്നെ അഹരോൻ ജനത്തിനു നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു യാഗപീഠത്തിന്മേൽ ഉള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു സാഷ്ടാംഗം വീണു. ലേവ്യ പുസ്തകം അധ്യായം 10. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്നും തീ പുറപ്പെട്ടു അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. അപ്പോൾ മോശ, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവ്വജനത്തിൻ്റെയും മുൻപാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരുളിച്ചെയ്തത് ഇത് തന്നെ എന്ന് അഹരോനോട് പറഞ്ഞു.
അഹരോനോ മിണ്ടാതിരുന്നു. പിന്നെ മോശെ അഹരോന്റെ ഇളയപ്പൻ ഉസിയേലിന്റെ പുത്രന്മാരായ മീശായേലിനെയും എൽസാഫാനെയും വിളിച്ച് അവരോട്, നിങ്ങൾ അടുത്ത് ചെന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ നിന്നും പാളയത്തിനു പുറത്തു കൊണ്ടുപോകുവീൻ എന്ന് പറഞ്ഞു. മോശെ പറഞ്ഞതുപോലെ അവർ അടുത്തു ചെന്നു അവരെ അവരുടെ അങ്കികളോടുകൂടെ പാളയത്തിനു പുറത്തു കൊണ്ടുപോയി. പിന്നെ മോശെ അഹരോനോടും അവന്റെ പുത്രന്മാരായ എലയാസരോടും ഈഥാമാരോടും, നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെയും മേൽ കോപം വരാതെയും ഇരുപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത്. നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവ ദഹിപ്പിച്ച ദഹനം നിമിത്തം കരയട്ടെ. നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ടു പുറത്തു പോകരുത്. യഹോവയുടെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ മോശയുടെ വചനം പോലെ തന്നെ ചെയ്തു. യഹോവ അഹരോനോട് അരുളി ചെയ്തത്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിനും യഹോവ മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ. അഹരോനോടും അവന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസരോടും ഈഥാമാരോടും മോശെ പറഞ്ഞതെന്തെന്നാൽ, യഹോവയുടെ ദഹനയാഗങ്ങളിൽ ശേഷിപ്പുള്ള ഭോജനയാഗം നിങ്ങൾ എടുത്ത് യാഗപീഠത്തിന്റെ അടുക്കൽ വെച്ച് പൊളിപ്പില്ലാത്തതായി ഭക്ഷിപ്പീൻ. അത് അതിവിശുദ്ധം. അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിനക്കുള്ള അവകാശവും നിന്റെ പുത്രന്മാർക്കുള്ള അവകാശവും ആകുന്നു. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീരാജനത്തിന്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറകും നീയും നിന്റെ പുത്രന്മാരും പുത്രിമാരും വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് തിന്നേണം. ഇസ്രായേൽ മക്കളുടെ സമാധാനയാഗങ്ങളിൽ അവ നിനക്കുള്ള അവകാശവും നിന്റെ മക്കൾക്കുള്ള അവകാശവുമായി നൽകിയിരിക്കുന്നു. മേധസ്സിന്റെ ദഹനയാഗങ്ങളോടുകൂടെ അവർ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യേണ്ടതിന് ഉദർച്ചയുടെ കൈക്കുറകും നീരാജനത്തിന്റെ നെഞ്ചും കൊണ്ടുവരണം. അത് യഹോവ കൽപ്പിച്ചതുപോലെ ശാശ്വതാവകാശമായി നിനക്കും നിന്റെ മക്കൾക്കും ഇരിക്കണം. പിന്നെ പാപയാഗമായ കോലാടിനെക്കുറിച്ച് മോശെ താൽപ്പര്യമായി അന്വേഷിച്ചു. എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു. അപ്പോൾ അവൻ അഹരോന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസരോടും ഈഥാമാരോടും കോപിച്ചു. പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്യം നീക്കിക്കളവാനും അവർക്ക് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിപ്പാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാഞ്ഞത് എന്ത്? അതിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ അതൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അഹരോൻ മോശയോട്, ഇന്ന് അവർ തങ്ങളുടെ പാപയാഗവും ഹോമയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ചു. എനിക്കിങ്ങനെ ഭവിച്ചുവല്ലോ. ഇന്ന് ഞാൻ പാപയാഗം ഭക്ഷിച്ചു എങ്കിൽ അത് യഹോവയ്ക്ക് പ്രസാദമായിരിക്കുമോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് ബോധിച്ചു. ലേവ്യ പുസ്തകം അധ്യായം 11. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ഇവ. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ: ഒട്ടകം അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായ്ക കൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. കുഴിമുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായ്കയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. മുയൽ അയവിറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നതല്ലായ്കയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെയെങ്കിലും
അയവിറക്കുന്നതല്ലായ്കയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്. പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം. വെള്ളത്തിലുള്ള എല്ലാറ്റിലും വെച്ച് നിങ്ങൾക്ക് തിന്നാകുന്നവ ഇവ. കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലുമുള്ളവയൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലുമില്ലാത്തത് ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവ നിങ്ങൾക്ക് അറപ്പായി തന്നെ ഇരിക്കണം. അവയുടെ മാംസം തിന്നരുത്. അവയുടെ പിണം നിങ്ങൾക്ക് അറപ്പായിരിക്കണം. ചിറകും ചെതുമ്പലുമില്ലാതെ വെള്ളത്തിലുള്ളതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. പക്ഷികളിൽ നിങ്ങൾക്ക് അറപ്പായിരിക്കേണ്ടുന്നവ ഇവ. അവയെ തിന്നരുത്, അവ അറപ്പാകുന്നു. കഴുകൻ, ചെമ്പരുന്ത്, കടൽ റാഞ്ചൻ, ഗൃദ്ധം, അതത് വിധം പരുന്ത്, അതത് വിധം കാക്ക, ഒട്ടകപക്ഷി, പുള്ള്, കടൽക്കാക്ക, അതത് വിധം പ്രാപ്പിടിയൻ, നത്ത്, നീർക്കാക്ക, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുംബച്ചാത്താൻ, പെരിഞ്ഞാറ, അതത് വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയും ചിറകുള്ള ഇഴജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്നതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. എങ്കിലും ചിറകുള്ള ഇഴജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുടയുള്ളവയെ നിങ്ങൾക്ക് തിന്നാം. ഇവയിൽ അതത് വിധം വെട്ടുക്കിളി, അതത് വിധം വെട്ടിൽ, അതത് വിധം ചീവീട്, അതത് വിധം തുള്ളൻ എന്നിവയെ നിങ്ങൾക്ക് തിന്നാം. ചിറകും 4 കാലുമുള്ള ശേഷം ഇഴജാതിയൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അവയാൽ നിങ്ങൾ അശുദ്ധരാകും. അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവയുടെ പിണം വഹിക്കുന്നവനെല്ലാം വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. കുളമ്പ് പിളർന്നതെങ്കിലും കുളമ്പ് 2 പിരിയാതെയും അയവിറക്കാതെയും ഇരിക്കുന്ന സകല മൃഗവും നിങ്ങൾക്ക് അശുദ്ധം. അവയെ തൊടുന്നവനെല്ലാം അശുദ്ധനായിരിക്കണം. 4 കാൽ കൊണ്ട് നടക്കുന്ന സകല മൃഗങ്ങളിലും ഉള്ളങ്കാൽ പതിച്ചു നടക്കുന്നവയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം. അവയുടെ പിണം തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവയുടെ പിണം വഹിക്കുന്നവൻ വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവ നിങ്ങൾക്ക് അശുദ്ധം. നിലത്തിഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവ: പെരിച്ചാഴി, എലി, അതത് വിധം ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ. എല്ലാ ഇഴജാതിയിലും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം. അവ ചത്ത ശേഷം അവയെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ചത്ത ശേഷം അവയിൽ ഒന്ന് ഏതിന്മേൽ എങ്കിലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും. അത് മരപാത്രമോ വസ്ത്രമോ തോലോ ചാക്കുശീലയോ വേലയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രമോ എന്തായാലും വെള്ളത്തിലിടണം. അത് സന്ധ്യ വരെ അശുദ്ധമായിരിക്കണം, പിന്നെ ശുദ്ധമാകും. അവയിൽ യാതൊന്നെങ്കിലും ഒരു മൺപാത്രത്തിനകത്ത് വീണാൽ അതിനകത്തുള്ളതൊക്കെയും അശുദ്ധമാകും. നിങ്ങൾ അതുടച്ചു കളയണം. തിന്നുന്ന വല്ല സാധനത്തിന്മേലും ആ വെള്ളം വീണാൽ അത് അശുദ്ധമാകും. കുടിക്കുന്ന വല്ല പാനീയവും ആ വക പാത്രത്തിലുണ്ടെങ്കിൽ അത് അശുദ്ധമാകും. അവയിൽ ഒന്നിൻ്റെ പിണം വല്ലതിന്മേലും വീണാൽ അതൊക്കെയും അശുദ്ധമാകും. അടുപ്പോ തീച്ചട്ടിയോ ഇങ്ങനെ എന്തായാലും അത് തകർത്ത് കളയണം. അവ അശുദ്ധമാകുന്നു. അവ നിങ്ങൾക്ക് അശുദ്ധമായിരിക്കണം. എന്നാൽ നീരുറവും വെള്ളമുള്ള കിണറും ശുദ്ധമായിരിക്കും. പിണം തൊടുന്നവനോ അശുദ്ധനാകും. വിതയ്ക്കുന്ന വിത്തായ വല്ല ധാന്യത്തിന്മേലും അവയിൽ ഒന്നിൻ്റെ പിണം വീണാലും അത് ശുദ്ധമായിരിക്കും. എന്നാൽ വിത്തിൽ വെള്ളമൊഴിച്ചിട്ട് അവയിൽ ഒന്നിൻ്റെ പിണം അതിന്മേൽ വീണാൽ അത് അശുദ്ധം. നിങ്ങൾക്ക് തിന്നാകുന്ന ഒരു മൃഗം ചത്താൽ അതിൻ്റെ പിണം തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിൻ്റെ പിണം തിന്നുന്നവൻ വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അതിൻ്റെ പിണം വഹിക്കുന്നവനും വസ്ത്രമലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. നിലത്ത് ഇഴയുന്ന ഇഴജാതിയെല്ലാം അറപ്പാകുന്നു, അതിനെ തിന്നരുത്. ഉരസുകൊണ്ട് ചരിക്കുന്നതും 4 കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ
അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്നതുമായ യാതൊരു ഇഴജാതിയെയും നിങ്ങൾ തിന്നരുത്, അവ അറപ്പാകുന്നു. യാതൊരു ഇഴജാതിയെക്കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്, അവയാൽ നിങ്ങൾ മലിനപ്പെടുമാറ് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നാകുന്ന മൃഗത്തെയും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്തെഴിയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണമാകുന്നു.